നമസ്കാരം. ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ റെയിൽവേയെ പഴിച്ച വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് സഖാക്കന്മാർ. അതിന്റെ ഭാഗമായി റെയിൽവേക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന CPM പറയുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ അവർ സമരം നടത്തുന്നുണ്ട്. ഏത് ദന്തഗോപുരത്തിലാണെങ്കിൽ പോലും പോലീസിന് നടപടി തുടങ്ങിയാൽ റെയിൽവേ ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങുമെന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ആമയിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നതാണ് ഇപ്പോൾ CPM ആവശ്യപ്പെടുന്നത്. തൈക്കാടുള്ള ഡിവിഷൻ മാനേജറുടെ ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തുന്നതിനിടെയാണ് റെയിൽവേക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ CPM അഴിച്ചുവിട്ടത്. അതേസമയം ജോയിയുടെ അമ്മയ്ക്ക് സംസ്ഥാന സർക്കാർ വെറും 10 ലക്ഷം രൂപയാണ് ധനസഹായമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്തായാലും ഒരു വശത്ത് CPM റെയിൽവേക്കെതിരെ സമരം ശക്തമാക്കി നടത്തുന്ന ഒരു സമയത്ത് തന്നെ മറുവശത്ത് ആമയിഞ്ചാൻ റോഡ് വൃത്തിയാക്കുന്നതിനിടെ ജോയ് എന്ന വ്യക്തി മരിച്ച ആ ഒരു സന്ദർഭത്തിൽ ജോയിക്ക് വേണ്ടി വലിയ വിമർശനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉന്നയിച്ചുകൊണ്ട് മറ്റ് BJP പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തുള്ള സാഹചര്യമാണ്. അധികാര കസേരയിൽ കയറിയിരുന്ന ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങി തിന്നുകൊടുത്ത നേതാക്കന്മാരുടെ അശ്രദ്ധക്കുറവ് മൂലം ഇങ്ങനെ ഒരു ജീവൻ ഇനി പൊലിയാൻ പാടില്ല എന്നതാണ് പലരും പറയുന്നത്. ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. അതിനാൽ മേയർ രാജിവെച്ച് ഭരിക്കാൻ കഴിയുന്നവർക്ക് കസേര വിട്ടു നൽകുക എന്നതടക്കമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഒന്നുകിൽ തെറ്റ് തിരുത്താൻ അല്ലെങ്കിൽ രാജിവെക്കാൻ, ഇതിൽ രണ്ടിൽ എന്തെങ്കിലും ഒന്നേ മതിയാകൂ എന്നുള്ള രീതിയിലേക്ക് മേയർ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം റെയിൽവേ ആണ് അതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ജോയിയുടെ മരണത്തിന് ഉത്തരം പറയേണ്ടുന്നത്, നഷ്ടപരിഹാരം പറയേണ്ടത് തങ്ങളല്ല ഇതിനൊന്നും കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് CPM ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും രംഗത്ത് നിന്നത്. എന്തായാലും ആ അമ്മയ്ക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരാശ്വാസം എന്നോണം മകന്റെ നഷ്ടം എത്ര പണം കൊടുത്താലും തീരില്ല എങ്കിൽ പോലും ഒരു 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ട് പരിഹരിക്കാനുള്ള തീരുമാനത്തിലാണ്. അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്നൊക്കെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ആമയിഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ജോയിയുടെ സഹോദരന്റെ മകന് ജോലി നൽകുമെന്നും പാറശാല MLA CK ഹരീന്ദ്രനും മേയർ ആര്യ രാജേന്ദ്രനും കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ ഇതൊക്കെ CPM നേതാക്കന്മാർ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്, വാഗ്ദാനങ്ങളാണ്. അവർ പൊതുവെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ്. പിന്നീട് അങ്ങോട്ട് പേപ്പർ തുണ്ടുകളിൽ മാത്രം ഒഴുകുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോ ക്ലിപ്പുകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങളായി പലതും മാറാറുണ്ട്. ഇതാണ് പിണറായി സർക്കാരിന്റെ ചരിത്രവും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോയിയുടെ അമ്മയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ സഹായങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇടത് സർക്കാർ അത് നൽകിയിട്ടുള്ളൂ, മേയർ ആര്യ രാജേന്ദ്രൻ അത് ഉറപ്പാക്കിയിട്ടുള്ളൂ എന്ന് മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മേയർ രാജിവെക്കണം എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം.